ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെ മനോവിഷമത്തിൽ വധു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കേസിൽ അന്വേഷണം ഊർജിതം. മാതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. ഞെക്കാട് സ്വദേശികളായ 7 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പുറമെ കണ്ടാലറിയാവുന്നവരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അരുൺ. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒപ്പം ഈ കേസ് അന്വേഷണം ഏത് രീതിയിലാണ്? ശ്രുതി, ആര്യ, ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് ഏറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. വർക്കല കല്ലമ്പലത്ത് നിന്നും ഈ വാർത്ത വരുമ്പോൾ ഇത് പലിശയ്ക്ക് പണം വാങ്ങിയതിനു ശേഷം ഈ പലിശയ്ക്കുള്ള പണം തിരികെ നൽകിയില്ല എന്നാരോപിച്ചാണ് ഈ വധുവിൻ്റെ വീട്ടുകാർക്കെതിരെ ഈ കല്ലമ്പലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്ലേഡ് മാഫിയ സംഘം രംഗത്തെത്തുകയും കൊല്ലത്തെ ഈ പ്രതിശ്രുത വരൻ്റെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി കല്യാണം മുടക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. നിലവിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ വർക്കല ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പേരെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ സുനി, മഞ്ജു, രമണി, അൻസാരി അടക്കമുള്ള 7 പേരാണ് നിലവിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിന് പുറമെ കണ്ടാലറിയാവുന്നവരെയും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരെ ഇതുവരെ ആരെയും തന്നെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. എന്നാൽ ജനുവരി മാസം 1-ാം തീയതിയാണ് ഈ വിവാഹം ഉറപ്പിച്ചിരുന്നത്. നിലവിൽ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് ഈ വാങ്ങിയ പണം തിരികെ നൽകിയിരുന്നു. പക്ഷേ ഈ പണത്തിന് ആനുപാതികമായിട്ടുള്ള പലിശ നൽകാത്തതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് ഈ സംഘം പല ആവർത്തി ഭീഷണിപ്പെടുത്തി. അതിന് പിന്നാലെയാണ് ഈ വരൻ്റെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുകയും പിന്നാലെ ഈ വിദേശത്തായിരുന്ന വരന് മൊബൈൽ വീഡിയോ വഴിയാണ് ഈ ഭീഷണിപ്പെടുത്തി വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വരൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പോലീസ് ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ കണ്ട് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതേസമയം പെൺകുട്ടി പറയുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ വിവാഹത്തോട് തിരികെ എത്തും, വരൻ തന്നെ ചേർത്ത് പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ആ പെൺകുട്ടിയും കുടുംബവുമായിരിക്കുന്നത്. ശ്രുതി, ആര്യ.